നമസ്തേ, കേസരി ടെക്സ്റ്റൈൽ കമ്പനിക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് ഒന്നും കാണുന്നില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഫാക്ടറി എവിടെയാണ്, ഞങ്ങൾക്ക് ഫാക്ടറി കാണണമെന്ന്. അങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ഇവിടെ വന്ന കസ്റ്റമേഴ്സ് പറഞ്ഞു. അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫാക്ടറി കാണാൻ പോവുകയാണ്. ഡിജിറ്റൽ പ്രിന്റ് സാരീസിന്റെ ഫാക്ടറി ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വരുന്നു. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. സോ ആ വീഡിയോയിൽ കാണുന്ന ഓരോ പ്രോഡക്റ്റിന്റെയും ഫാക്ടറിയിലെ മെഷീന് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് ടോട്ടൽ ഡീറ്റെയിൽസ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോവുകയാണ്. സോ നമസ്കാരം. നമ്മൾ പറഞ്ഞു നിർത്തിയതോടൊന്ന് വീണ്ടും തുടങ്ങിയാണ്. ഇതാ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഫാക്ടറിയിലാണ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഗ്രേ തുണിയാണ് വെച്ചിരിക്കുന്നത്. അതായത് മില്ലിനകത്തുനിന്ന് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന തുണിയാണ്. തുണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീറ്റർ വൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബാർകോഡ് സിസ്റ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓരോ മീറ്ററിന് എത്ര രൂപയാണ്, ഏതൊക്കെ മെറ്റീരിയലാണ് വരുന്നത്, ആ മെറ്റീരിയൽ ഓരോരോ സെക്ഷനിലായിട്ട് ഇവിടെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഷിഫോൺ, സാറ്റൻ, ഓരോത്തിൻ്റെയും ബോർഡ് വൈസ് ഇവിടെ പേരും എഴുതിയിട്ടുണ്ട്. ലിനന്, പട്ട് സിൽക്ക്, ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ എല്ലാം ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ പോകുന്നത് ചെക്കിംഗ് പോയിന്റിലോട്ടാണ്. ചെക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നീളത്തിൻ്റെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ് ഇവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ് ഓരോ തുണിയും ചെയ്യുന്നത്. ഓരോ തുണിയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറിയിലോട്ടല്ല പോകുന്നത്, ഡയറക്റ്റ് നമ്മൾ പ്രിൻറ്റിങ്ങിലോട്ടല്ല പോകുന്നത്. ഇതിന് മുമ്പ് ഒരു പ്രോസസ്സറുണ്ട്, അതാണ് നമ്മുടെ ഡിസൈനിങ് പ്രോസസ്സ്. ആ ഡിസൈൻ പ്രോസസ്സ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് വീണ്ടും ഫാക്ടറിയിലോട്ട് പോകുന്നത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ അതിന് മുമ്പുള്ള സെക്ഷനാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഓരോ സെക്ഷനിലും ഇതുപോലെ ഓരോ ചെക്കിംഗ് പോയിന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പോകുന്ന ഡയറക്റ്റ് ഫാക്ടറിയിലോട്ടാണ്. ഫാക്ടറിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോത്തിനും ഡിസൈൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫാക്ടറിയിലോട്ട് പോകുന്നത്. അത് നമുക്കിനി അടുത്ത ഇതിലൂടെ കാണാവുന്നതാണ്. സോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് നമ്മുടെ ഓരോരോ ഡിസൈൻ കാണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ ഇത്രയും സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് കാരണം ഇവിടെ വളരെ സൈലൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പതുക്കെ സംസാരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാം അവസാനം വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോരോ പ്രിൻ്റ് എടുത്തിട്ട് സാരിയിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരോ പുതിയ ഡിസൈൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ അല്ലെങ്കിൽ അവർ പഠിച്ചതിനനുസരിച്ചുള്ള ഓരോ ഡിസൈൻസാണ് ഉണ്ടാക്കുന്നത്. ഈ ഡിസൈൻസ് എല്ലാം പിന്നെ പോകുന്നത് നമ്മുടെ അറ്റാച്ച്മെൻറ്റിലേക്കാണ്. സാരിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് പ്രിൻ്റ് അടിച്ചിട്ടാണ് ഇതുപോലെ സാരി ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റാഫ് ഇനി മുമ്പോട്ടുള്ള ഓരോരോ ഓഫീസിലും ഇരിപ്പുണ്ട്. ഇതിൻ്റെ മേജർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓഫീസ് തന്നെയാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇനി മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുക. സോ വെയിറ്റ് ആൻഡ് വാച്ച്. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയുടെ പ്രിൻ്റഡ് സെക്ഷനിലേക്കാണ് വന്നത്. അതായത് നമ്മൾ മുമ്പേ കണ്ട ഡിസൈന് ഇവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ബണ്ടിലാണ് ഈ കാണുന്നത്. ഈ ബണ്ടിലിനകത്താണ് പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാരിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാം ഓരോ ഡിസൈന് അവർ റെഡിയാക്കിയ ഡിസൈൻ ഇവിടെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മെഷീൻ്റെ പുറയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഫുള്ള് ഡിസ്പ്ലേ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഡിസ്പ്ലേ സിസ്റ്റം എന്തൊക്കെ സെറ്റിംഗ് ആണ്, എത്ര പേജ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഇതുണ്ടോ. ഇതൊരു സാരിയുടെ തന്നെ പുതിയൊരു ഡിസൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസൈന് റെഡിയാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് സാരിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ കളക്ഷൻ നമുക്ക് കാണാം. പക്ഷേ അതിന് മുമ്പ് ഇത് ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് AC ഒരു റൂമിനകത്താണ്. കാരണം ഇതിന് ടെമ്പറേച്ചർ നമുക്ക് പറ്റത്തില്ല. ഇത് നോർമൽ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് ചലിക്കത്തുള്ളൂ. അതുകൊണ്ട് ഫുള്ള് 24 മണിക്കൂർ ഇതിൻ്റെ AC ടെമ്പറേച്ചറിലാണ് ഈ റൂം ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള മെഷീൻസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഡിസൈൻ എല്ലാം അടുത്ത സെക്ഷനിലേക്ക് പോകും. ആ സെക്ഷൻ നമ്മൾ അടുത്ത കാണുന്നതായിരിക്കും. സോ ഡിജിറ്റൽ പ്രിൻറ്റിൽ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, പേപ്പറിനകത്ത് അച്ചടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സെക്ഷൻ, അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷനാണ് ഈ കാണുന്നത്. ഈ വരുന്നതാണ് ഈ വെള്ള തുണിയിൽ, നമ്മുടെ ആ കഥയിൽ പറഞ്ഞ ആ വെള്ള തുണിയിൽ ആ സെയിം ഡിസൈന് അച്ചടിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് സാരിയിലായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കുർത്തിയായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഓരോ അതായത് നമുക്ക് ഇതുപോലെ ഓർഡർ തരുന്നതനുസരിച്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന മെറ്റീരിയലിൽ നമുക്ക് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന മെറ്റീരിയലിൽ ഉള്ള ഡിസൈന് അല്ലെങ്കിൽ അത് വേറെ ആയിരിക്കും. ഇതൊരു ഓർഡറിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഫുള്ള് ഡിസൈൻ എടുത്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇത് മുഴുവൻ അളന്ന് നോക്കും. അളന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ, എത്ര സൈസ്, അതിൻ്റെ ഫുള്ള് ലെങ്ത്ത്, ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. ആ ചേട്ടൻ അങ്ങ് മാറിപ്പോയായിരുന്നു, പിന്നെ വിളിച്ച് തിരിച്ചു കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് ലെങ്ത്ത് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മീറ്റർ ഉണ്ട് എല്ലാം ഇവിടുന്ന് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത്
റോള് പോലെ ആക്കിയിട്ട് ഇതുപോലെ പാഴ്സൽ ചെയ്യും. പാഴ്സൽ ചെയ്തിട്ടാണ് വീണ്ടും പോകുന്നത് എങ്ങോട്ട്? കട്ടിങ്ങിലോട്ട്. കട്ടിങ് ചെയ്ത് പിന്നെ ഇതിനകത്ത് ഓരോ ഡിസൈനൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഫുള്ള് സാരി മാർക്കറ്റിലോട്ട് വരുന്നത്. സോ ഈ സാരിയുടെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സാരിയുടെ ഓരോ ഡിസൈൻസും ഓരോരോ കളക്ഷനും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. സാരി ഉത്ഭവിക്കുന്നത് എങ്ങനെ, അത് പ്രൊഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അത് കമ്പനിയിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത് എങ്ങനെ, ഈ ഫുള്ളൊരു വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. കേസരിയ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഫാക്ടറിയാണ് നമ്മളിന്ന് കണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. സോ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ നിങ്ങളുടെ പ്രിൻസ് സൈനിങ് ഓഫ്. താങ്ക് യു. साड़ी कुर्ती या हो लहंगा, सही दाम का नाम केसरिया, सही दाम का नाम केसरिया.